ഫ്രണ്ട്സേ, ധന്യാണേ. ഇന്നാലില്ലാഹി വൈനാലഹി രാജൂൻ. ഏപ്രിൽ 5 മരിച്ച ബാജില നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ മോൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയണം. എല്ലാവരും SSLC റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരവരുടെ അച്ഛനമ്മമാരുടെ കൂടെ നല്ല സന്തോഷത്തോടെ ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്ന സമയത്ത് അത് മേടിക്കാനും അല്ലെങ്കിൽ ടൂർ പോകാനും അങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ബാജില എന്ന പൊന്നു, ആ മോള് ഇന്ന് ഈ ലോകത്തില്ല. നമ്മളെല്ലാം വിട്ടുപോയിരിക്കുകയാണ്. പക്ഷേ ആ മോള് എഴുതിയ ആ ഒരു SSLC പരീക്ഷ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ആ കുട്ടി എഴുതിയെന്നറിയോ. ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന വേദനയും അതേപോലത്തെ ഒരു ഇറുക്ക് വെള്ളം ഇറക്കാതെ ആ മോള് ഇറക്കാൻ കഴിയുന്നില്ല മോൾക്ക്. കാരണം സമയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും ആ കുഞ്ഞ് ആ ഒരു എക്സാം എഴുതി തീർത്തു. അതായത് ആ മോളിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് തൻ്റെ മകള് ജീവനോടെ ഇരിക്കണമെന്നും പരീക്ഷയൊക്കെ എഴുതി നല്ല ആ റിസൾട്ടൊക്കെ വരുമ്പോൾ നല്ല എല്ലാവരും കൂടെ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ചങ്കിൽ കുത്തിത്തറയ്ക്കുക എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു. നാളേക്കുള്ള പരിപാടികളൊക്കെ, നാളേക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് റെഡിയായി, ഒന്ന് ഫ്രഷായി, ശരി ഇനി എന്തായാലും കിടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമമായി. കാരണം ബജ്ലൻ്റെ ഉപ്പ, ആ ഉപ്പാൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ എന്നെ എത്രത്തോളം കരയിപ്പിച്ചതും അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആ മോൾക്ക്. ആ മോൾ അവിടെ നിന്ന് മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുകയല്ല, ആ മോൾ അവിടെ നിന്ന് കണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന ആ മോൾക്ക് കിട്ടണം. അത് എല്ലാവരും സത്യസന്ധമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുകയല്ലേ. ആ റിസൾട്ട് വന്നപ്പോൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാച്ചിലെ മോള് പൊന്നു എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ ആ മോളില്ല ഇന്ന്. ആ മോളിൻ്റെ ഖബറിനടുത്ത് ചെന്നിട്ടൊരു ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു റിസൾട്ട് ഈ സൈഡിൽ വെച്ചിട്ട് ആ ഉപ്പ ഇങ്ങനൊരു പോസ്റ്റ് ഇടാണ്. ആ പോസ്റ്റ് ഇതാണ്: നേരം വെളുക്കുവോളം വേദന കൊണ്ട് പുളഞ്ഞ് ഒരു ഇറുക്ക് വെള്ളം പോലും ഇറക്കാനാവാതെ ഞങ്ങളുടെ പൊന്നു ഒറ്റയ്ക്ക് എഴുതി ചേർത്ത പരീക്ഷയാണിത്. ആ റിസൾട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നല്ലേ. അവൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്നായിരുന്നു ആ ഉപ്പാൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കുറിപ്പ്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടാ. എന്തായാലും ആരുടെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കാന്നറിയില്ലല്ലോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാനും അതേപോലെ തന്നെ ആ പൊന്നും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കുട്ടികളെ വളർത്തുന്നതാണ്. അപ്പോൾ എനിക്കും പെട്ടെന്നൊരു മരണം സംഭവിച്ചാൽ എൻ്റെ മക്കൾ എങ്ങനെ സഹിക്കും? അതേപോലെ തന്നെയാണ് തിരിച്ചും. മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗം മറ്റു പോകുന്നത് പോലെയാണ്. അപ്പോൾ ആ വേദന എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഉപ്പാക്കും ഉമ്മാക്കും ക്ഷമ നൽകണേ, അവർക്ക് ഒരു സമാധാനം. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി.